കൃഷ്ണ, ഞാനിപ്പോൾ ഇരിക്കുന്നത് ഗുരുവായൂർ ഇസ്കോണിൻ്റെ കീഴിൽ ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന തുളസി വനത്തിൽ രാധാ മദൻ മോഹൻ കോർണറിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് രാധാ മദൻ മോഹൻ ഭഗവാനെ കുറിച്ചിട്ട് സംസാരിക്കാം. അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. വന്ദേഹം ശ്രീഗുരോः ശ്രീയുതപദകമലം ശ്രീഗുരൂन् വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സഹഗണരഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഹഗണലളിതാ ശ്രീവിശാഖാന്വിതാംശ്ച. പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഹരേ കൃഷ്ണ. ശ്രീകൃഷ്ണ ഭഗവാന്റെ സ്വധാമഗമനത്തിന് ശേഷം ഈ ഭഗവാന്റെ പൗത്രനായിട്ടുള്ള അനിരുദ്ധൻ്റെ പുത്രനായിട്ടുള്ള വജ്രനാഭന് എല്ലാം നഷ്ടപ്പെട്ടു എന്നുള്ളൊരു തോന്നലുണ്ടായി. അപ്പോൾ ശാണ്ഡില്യ മഹർഷി നന്ദഗോപരുടെ കുലഗുരുവാണ് ശാണ്ഡില്യ മഹർഷി. ശാണ്ഡില്യ മഹർഷി പറയുന്നു, ഭഗവാന്റെ ആ ഒരു തിരോധാനം, അതേപോലെ സ്വധാമപ്രാപ്തി, അത് ഉൾക്കൊണ്ട് കണ്ട് തന്നെ ഭഗവാൻ ഇവിടെ ഉണ്ട്, പൂർണ്ണ വൃന്ദാവനം വിട്ട് ഭഗവാൻ ഒരണു പോലും അവിടുന്ന് ഭഗവാൻ ഇവിടെ നീങ്ങാൻ സാധിക്കില്ല. അതുകൊണ്ട് ഭഗവാന്റെ ലീല നടന്നിട്ടുള്ള സ്ഥലങ്ങളിലെല്ലാം വിശേഷപ്പെട്ട ക്ഷേത്രങ്ങൾ സ്ഥാപിക്കുക. അങ്ങനെ ആ ക്ഷേത്രങ്ങൾ സ്ഥാപിച്ചു കഴിഞ്ഞാൽ വൃന്ദാവനത്തിൻ്റെ ഭഗവാന്റെ ലീലാസ്ഥലികളെല്ലാം പുനഃസ്ഥാപിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ഭഗവാന്റെ സാന്നിധ്യം അവിടെ ഉണ്ടാവും. വരുന്നവർക്ക് എല്ലാവർക്കും അനുഭവപ്പെടുമെന്ന് പറയാണ്. അതിനനുസരിച്ച് വജ്രനാഭൻ, അതായത് ഭഗവാന്റെ പൗത്രൻ അനിരുദ്ധൻ്റെ പുത്രനായിട്ടുള്ള വജ്രനാഭൻ അനേകം വിഗ്രഹങ്ങളുണ്ടാക്കി. അങ്ങനെ ആ വിഗ്രഹങ്ങളിൽ ഏറ്റവും വിശേഷപ്പെട്ട വിഗ്രഹമാണ് രാധാ മദൻ മോഹന വിഗ്രഹം എന്നാണ്. ഭഗവാന്റെ പാദം ശരിക്ക് ശ്രീകൃഷ്ണ ഭഗവാന്റെ പാദം പോലെ തന്നെയാണ് എന്നാണ്. അപ്പോൾ ഈ വിഗ്രഹം സ്ഥാപിച്ചു. 5000 വർഷങ്ങൾക്ക് മുമ്പാണ് ഈ വിഗ്രഹത്തിനെ പ്രതിഷ്ഠിച്ചത്. കാലത്തിൻ്റെ ഒരു പ്രവാഹത്തിൽപ്പെട്ട് ഈ വിഗ്രഹങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോയി എന്ന് പറയാൻ പറ്റില്ല. അതെല്ലാം എവിടെയോ ഈ മണ്ണിൻ്റെ അടിയിലൊക്കെ ആയിട്ട് എവിടെയോ ആ വിഗ്രഹം കാണാതെയായി കഴിഞ്ഞു. അപ്പോൾ വൃന്ദാവനം ഒരു കൊടും കാടായി കിടക്കുന്ന അവസ്ഥയായിരുന്നു. ആ സമയത്താണ് 500 വർഷങ്ങൾക്ക് മുമ്പേ ചൈതന്യ മഹാപ്രഭു അവതരിച്ചത്. ചൈതന്യ മഹാപ്രഭുവിൻ്റെ കൂടെ തന്നെ അദ്വൈത ആചാര്യൻ, അതേപോലെ നിത്യാനന്ദ പ്രഭു, പിന്നെ അവിടുന്ന് ശ്രീവാസ് ഠാക്കൂർ, ഗദാധര പ്രഭു, ഇവർ ഒന്നിച്ച് അവതരിച്ചതായിരുന്നു എന്നാണ്. അപ്പം അങ്ങനെ വന്ന സമയത്ത് ഈ അദ്വൈത ആചാര്യന് ഇപ്പോൾ അദ്വൈത വടം എന്നുള്ള സ്ഥലത്ത് വെച്ചിട്ടാണ് ഈ വിഗ്രഹത്തിന്, അതായത് മദൻ മോഹന വിഗ്രഹത്തിന് ലഭിച്ചത് എന്നാണ്. അപ്പോൾ ഭഗവാൻ ഈ കാളിയമർദ്ദനം കഴിഞ്ഞ് ഭഗവാന്റെ ശരീരം വല്ലാതെ തണുത്തു. ആ സമയത്ത് ഒരു കുന്നിൻ്റെ മുകളിൽ കയറി ഭഗവാൻ അവിടെ വൃന്ദാവനത്തിൽ തന്നെ ചെറിയ കുന്ന് അതിൻ്റെ മുകളിൽ കയറിയിട്ട് ഭഗവാൻ അവിടെ ശയിച്ചു കിടന്നു. ആ സമയത്ത് ദ്വാദശാദിത്യന്മാർ ഉദിച്ചുയർന്ന് ഭഗവാന് ചൂട് പകർന്നു കൊടുത്തു എന്നാണ്. അതിന് ദ്വാദശാദിത്യ ടില എന്ന് ആ കുന്നിന് പേര് പറയും. അപ്പോൾ അവിടെയാണ് മദൻ മോഹന വിഗ്രഹം ഇന്ന് നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കുക. അതിൻ്റെ മുകളിലാണ് ഭഗവാന്റെ വിഗ്രഹം. ഒരു ചെറിയൊരു കുന്നിൻ്റെ മുകളിലായിട്ടാണ് മദൻ മോഹന ക്ഷേത്രം നമ്മൾ കാണാൻ സാധിക്കുക. അപ്പോൾ അദ്വൈത ആചാര്യന് ഈ വിഗ്രഹം ഇവിടുന്നാണ് ലഭിച്ചത്. അദ്വൈത വടം എന്നുള്ള ആ സ്ഥലത്ത് മണ്ണിനടിയിൽ കടന്നിരുന്നു ആ വിഗ്രഹം എന്നാണ്. അദ്വൈതാചാര്യൻ ഈ വിഗ്രഹത്തിനെ വളരെ ആനന്ദത്തോടുകൂടെ പൂജിച്ചു. കാരണം മദൻ മോഹന വിഗ്രഹമാണ്. അതായത് നമ്മളെ ഉള്ളിൽ ഭൗതികമായിട്ടുള്ള അനേകം മോഹങ്ങളുണ്ട്, ആഗ്രഹങ്ങളുണ്ട്. ആ ആഗ്രഹങ്ങളെ മുഴുവൻ ശുദ്ധീകരിച്ച് ഭഗവാനായിട്ട് എന്താണ് ബന്ധമെന്ന് നമ്മളെ അറിയിക്കുന്ന അനുഭവപ്പെടുത്തി തരുന്ന വിശേഷപ്പെട്ട വിഗ്രഹമാണ്
മദൻ മോഹന വിഗ്രഹം എന്നാണ്. അങ്ങനെ അദ്വൈതാചാര്യൻ ഈ വിഗ്രഹത്തിനെ പൂജിച്ച് അതിന് വളരെയധികം ചൈതന്യം പകർന്നു ആ വിഗ്രഹത്തിന്. അതിൻ്റെ ശേഷം ഇവിടെ ഈ മധുരയിലൊരു ബ്രാഹ്മണന് ഈ വിഗ്രഹം കൊടുത്തു. അപ്പോൾ ഒരിക്കൽ സനാതന ഗോസ്വാമി, കുറച്ച് നമ്മൾ പറഞ്ഞല്ലോ, കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, സനാതന ഗോസ്വാമി ആ വൃന്ദാവനത്തിൽ വന്ന് പല സ്ഥലത്തും സഞ്ചരിക്കുന്ന കൂട്ടത്തിൽ ഒരിക്കലും മധുരയിൽ വന്നു. മധുരയിൽ വന്നിട്ട് ഒരു ബ്രാഹ്മണനാണ് അദ്ദേഹം. ആ ബ്രാഹ്മണൻ്റെ ഗൃഹത്തിലാണ് ഇത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ബ്രാഹ്മണൻ്റെ ആ ഗൃഹത്തിൽ 2-3 കുട്ടികളുണ്ട്. അപ്പോൾ ഇത് അവിടെ ഈ സനാതന ഗോസ്വാമി അവർ സ്വീകരിച്ചു. എന്നിട്ട് സനാതന ഗോസ്വാമിക്ക് പ്രസാദം കൊടുക്കുന്ന അതിനുള്ള കുറച്ച് സമയമുണ്ട്, കാത്തിരിക്കണം എന്ന് പറയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇവിടെ പൂജാമുറിയിൽ പോയിട്ട് അവിടുത്തെ ആ അമ്മ, അതായത് ആ ബ്രാഹ്മണൻ്റെ പത്നി, എന്തൊക്കെയോ ആരോ ചീത്ത പറയുന്ന പോലെ തോന്നുകയാണ്. വേഗം കഴിക്കുക, ഇവിടെ എല്ലാവർക്കും വിശക്കുന്നുണ്ട്, വല്ലാതെ വിശക്കുന്നുണ്ട്, വേഗം കഴിക്കുക എന്ന് പറയാണ്. അപ്പോൾ എന്താണ് അമ്മ എന്താ പറയുന്നത് സനാതന ഗോസ്വാമി ചോദിച്ചു. ആ സമയത്ത് പറയാണ്, ഇവിടെ ഒരു ഇവന് എന്ത് പറഞ്ഞാലും കേൾക്കില്ല, ഭഗവാന്റെ വിഗ്രഹത്തിനോടാണ് ഈ പറയണത്, എന്ത് പറഞ്ഞാലും കേൾക്കില്ല, എപ്പോഴും ഇവിടെ കുട്ടികളുടെ കൂട്ടത്തിൽ കളിച്ച് ലഹള കൂട്ടി നടക്കുകയാണ് എന്ന് പറയാണ്. അപ്പോൾ സനാതന ഗോസ്വാമി നോക്കുന്ന സമയത്ത് 3 കുട്ടികളല്ല 4 കുട്ടികൾ ഓടി കളിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഭക്ഷണം കഴിക്കാനായിട്ട് ആഹാരം കഴിക്കൂ എന്ന് പറഞ്ഞ് ചീത്ത പറയണം അവിടെ. അത് കഴിയുന്ന സമയത്ത് പെട്ടെന്ന് ആ കുട്ടി വിഗ്രഹത്തിൻ്റെ അടുത്തേക്ക് പോണത് കൊണ്ട് പിന്നെ ആ കുട്ടിയെ കാണാനില്ല. അപ്പോൾ അത് വാസ്തവത്തിൽ മദനമോഹൻ ഭഗവാൻ അവിടെ ഓടിക്കളിക്കുകയാണ് ചെയ്യണത് എന്നാണ്. അപ്പോൾ സനാതന ഗോസ്വാമിയോട് ചോദിച്ചു, ആ അമ്മ ബ്രാഹ്മണ പത്നിയും ബ്രാഹ്മണനും ചോദിക്കുന്നു, ഈ വിഗ്രഹം ഞാൻ അങ്ങേക്ക് തരട്ടെ, അങ്ങ് വൃന്ദാവനത്തിൽ കൊണ്ടുപോയിട്ട് പൂജിക്കുമെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ സനാതന ഗോസ്വാമി പറയുകയാണ്, ഞാൻ വെറും ഒരു സന്യാസിയാണ്, ഭിക്ഷാന്തേഹിയാണ് ഞാൻ. പക്ഷേ നിങ്ങൾ ഈ ഭഗവാന് ഇത്രയൊക്കെ ആഹാരം കൊടുക്കണം, നിങ്ങൾ പല സമയത്തും ധാരാളം നിവേദ്യങ്ങൾ കൊടുക്കണു, ചപ്പൻ ഭോഗ് എന്ന് പറയും, നിവേദ്യങ്ങൾ ധാരാളം കൊടുക്കുന്നു. എനിക്ക് അതേപോലെ ഒന്നും കൊടുക്കാൻ സാധിക്കില്ല, ഞാൻ എങ്ങനെ കൊണ്ടുപോവാം, എനിക്കിതിനെ കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറയുകയാണ്. അപ്പോൾ അന്ന് രാത്രി സനാതന ഗോസ്വാമിക്ക് ഭഗവാൻ ദർശനം കൊടുത്തു മദൻ മോഹൻ. എന്നിട്ട് പറയുന്നു, ഞാൻ അങ്ങയുടെ കൂടെ വരാൻ ആഗ്രഹിച്ചു വൃന്ദാവനത്തിൽ, എന്തുകൊണ്ട് എന്നെ കൊണ്ടുപോകണില്ല, എനിക്ക് വൃന്ദാവനത്തിൽ വരാൻ ആഗ്രഹമാണ് എന്ന് ഭഗവാൻ പറയണു. അതിനനുസരിച്ചാണ് സനാതന ഗോസ്വാമി ഈ മദനമോഹന വിഗ്രഹത്തിനെ ഇവിടെ വൃന്ദാവനത്തിൽ കൊണ്ടുവന്നിട്ട് ഇവിടെ ദ്വാദശാദിത്യ ടില എന്നുള്ള അവിടെ കൊണ്ടുപോയിട്ട് വെച്ചു എന്നാണ്. വെക്കാനൊന്നും വൃത്തിയില്ല, കാരണം ഇദ്ദേഹത്തിന് അവിടെ ക്ഷേത്രമില്ല, പ്രത്യേകിച്ച് യാതൊരു സൗകര്യങ്ങളും അവിടെ ഇല്ല, ഭഗവാനെ പൂജിക്കാനുള്ള സൗകര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇദ്ദേഹം അതിനെ പൂജിക്കും, നിലത്ത് വെച്ച് പൂജിക്കും സനാതന ഗോസ്വാമി. അത് കഴിഞ്ഞിട്ട് ഈ ഇദ്ദേഹം മധുകരി ഭിക്ഷ എന്ന് പറയും. അവിടെ വൃന്ദാവനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമ്പ്രദായമാണ് മധുകരി ഭിക്ഷ എന്നുള്ളത്. അതായത് ദീനഭാവം ഉണ്ടാവണത്രേ ഭഗവാൻ നമുക്ക് സാന്നിധ്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ, അനുഗ്രഹിക്കണമെങ്കിൽ. അപ്പോൾ നമ്മളൊരു ഗൃഹത്തിൽ, ഏതെങ്കിലും ഗൃഹത്തിൽ ചെന്നിട്ട് എനിക്ക് ഭിക്ഷ തരണേ എന്ന് പ്രാർത്ഥിക്കുക. 7 ഗൃഹങ്ങളിൽ ചെന്നിട്ട് ഈ ഭിക്ഷ യാചിക്കുന്നതാണ് മധുകരി ഭിക്ഷ എന്നതിന് പറയുക. എങ്ങനെയാണ് ഈ തേനീച്ച പുഷ്പങ്ങളിലെ തേനെടുക്കണത്, അതേപോലെയാണ് ഇത്രയും മധുകരി ഭിക്ഷ എന്ന് പറയുന്നത്. അതാണ് കാരണം. അതിന് വേണ്ടിയിട്ട് പോവണം, ഭിക്ഷ എടുത്തിട്ട് വേണം എന്തെങ്കിലും ഭഗവാന് കൊടുക്കാൻ. ഒരുപാട് കാര്യങ്ങൾ ഗോസ്വാമിക്ക് പ്രവർത്തിക്കാനുണ്ട്. അപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ ഭിക്ഷയ്ക്കായിട്ട് പോണ സമയത്ത് ഇയാളെയും കൊണ്ട് പോകാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് ഒരു മരത്തിൻ്റെ മുകളിൽ കെട്ടിയിട്ടിട്ട്, ഗുരു മഹാരാജ് പറഞ്ഞിട്ടുള്ള കഥയാണിത്, ഈ ഒരു മരത്തിൻ്റെ മുകളിൽ കെട്ടി തൂക്കിയിട്ട് പോകും, ഇല്ലാതെ കുരങ്ങന്മാർ വന്ന് എടുത്തുകൊണ്ട് പോകും ഇതിനെ, വിഗ്രഹത്തിനെ കെട്ടി തൂക്കിയിട്ടിട്ട് പോകുമെന്നാണ് പറയണത്. അപ്പോൾ ഈ ബാട്ടി എന്ന് പറയും, അതായത് ഇത് ഗോതമ്പിൻ്റെ അതിൻ്റെ ആ പൊടി, അത് യമുനയിലെ ജലത്തിൽ നന്നായിട്ട് കുഴച്ചിട്ട് ഈ കരിയില അതൊക്കെ കൂട്ടിയിട്ടിട്ട്, കോൾ എന്ന് പറയും കരിയില, അതെല്ലാം കൂടി ചെറിയ ചെറിയ വിറക് കഷ്ണങ്ങളൊക്കെ കൂട്ടിയിട്ടിട്ട്, ചെറിയ ചുള്ളികളൊക്കെ ഇല്ലേ അതൊക്കെ കൂട്ടിയിട്ട് അത് കത്തിക്കും. എന്നിട്ട് അത് ഈ കൈ കൊണ്ട് ഇങ്ങനെ പരത്തിയിട്ട് അതിലിട്ടിട്ട് ഈ തീയിലിട്ടിട്ട് വേവിക്കും. എന്നിട്ട് അത് ഭഗവാന് കൊടുക്കും. അതിൻ്റെ ശേഷം ആ സനാതന ഗോസ്വാമി ഇത് തന്നെ കഴിക്കും. അപ്പോൾ ഇങ്ങനെ കുറേ ദിവസം കഴിഞ്ഞ സമയത്ത് ഭഗവാൻ എനിക്ക് ഒരു ഉപ്പെങ്കിലും തന്നുകൂടെ എനിക്ക്, ഭഗവാൻ മദൻമോഹൻ ഭഗവാൻ ചോദിക്കുകയാണ്. അത്രയും സിദ്ധിയുണ്ട് അവർക്ക്, അങ്ങനെ ഭഗവാൻ സംസാരിക്കാൻ മാത്രം
അത്രയും പ്രത്യേകമായ ഭക്തി സനാതന ഗോസ്വാമിക്ക് ഉണ്ട് എന്നാണ്. അപ്പോൾ ഇത് എനിക്കൊരു ഉപ്പെങ്കിലും തന്നുകൂടെ ചോദിക്കുകയാണ്. അപ്പോൾ അപ്പോൾ ഗോസ്വാമി ചോദിച്ചു, അങ്ങ് എന്തിനാ എൻ്റെ കൂടെ വന്നത്? നീ എന്തിനാ എൻ്റെ കൂടെ വന്നത്? എനിക്കിതൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞില്ലേ, അത് സമ്മതമായിട്ടല്ലേ എൻ്റെ കൂടെ വന്നത്. ഇനി വേണമെങ്കിൽ അവനവൻ തന്നെ ശ്രമിച്ചിട്ടുണ്ടാക്കാമെന്ന് പറയാണ്. അങ്ങനെയാണ് അത്ര ഒരു ദിവസം ആ യമുന അന്നൊന്നും ഈ ട്രാൻസ്പോർട്ട് സൗകര്യങ്ങളൊന്നും കൂടുതലില്ല. ഇതിൽ കൂടെ യമുനയിൽ കൂടെയാണ് ഈ കച്ചവട സാധന കപ്പലുകൾ ബോട്ടുകളൊക്കെ എങ്ങനെയാണ് പോവുക. യമുനയിൽ അതിനുള്ള സൗകര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഈ ആഗ്രയിലേക്ക് കച്ചവടത്തിനായിട്ട് പോകുന്ന ഒരു 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 ബോട്ട്, അതിൽ കച്ചവടത്തിന് കുറേ സാധനങ്ങളുണ്ട്, അതായിട്ട് പോകുന്ന ആ സമയത്ത് മദൻ മോഹൻ ക്ഷേത്രത്തിൻ്റെ മുമ്പിലെത്തിയ സമയത്ത് അവിടെ ഭഗവാൻ ഇരിക്കുന്ന അവിടെ എത്തിയ സമയത്ത് ആ ബോട്ട് അവിടെ കുടുങ്ങിപ്പോയി എന്നാണ്. അപ്പോൾ അവിടുന്ന് ഇളകണില്ല. അവിടുന്ന് എന്താണ് കാരണം എന്ന് ആർക്കും മനസ്സിലാവണില്ല. അപ്പോൾ ഒരു ചെറിയ കുട്ടി അവിടെ വന്നിട്ട് പറഞ്ഞു, ഇവിടെ ഒരു സന്യാസി ഇരിക്കുന്നുണ്ട്, അദ്ദേഹത്തിനോട് ചോദിച്ചാൽ അദ്ദേഹം പരിഹാരം പറഞ്ഞു തരുമെന്ന് പറയാണ്. അങ്ങനെ ഈ ബോട്ടിൻ്റെ ആൾക്കാർ ഇവർ വന്നിട്ട് മുസ്ലിങ്ങളാണ് അവർ വന്നിട്ട് ചോദിച്ചു, ഈ ബോട്ട് അനങ്ങണില്ല, എന്താണ് വേണ്ടത് ചോദിക്കുകയാണ്. അത് അങ്ങയോട് വന്ന് ചോദിച്ചാൽ മതി എന്ന് പറഞ്ഞു. ഇത് ആരാ പറഞ്ഞത്? അത് ഒരു കുട്ടി പറഞ്ഞതാണ്, ചെറിയൊരു കുട്ടി വന്നിട്ട് പറഞ്ഞതാണ് എന്ന് പറയാണ്. അപ്പോൾ ഏതായാലും പോയി നോക്കാമെന്ന് പറഞ്ഞ് അദ്ദേഹം ചെന്ന് ആ ബോട്ടൊന്ന് തൊട്ടപ്പോഴേക്ക് ആ ബോട്ട് അനങ്ങി, ബോട്ട് സഞ്ചരിക്കാൻ ആ തങ്ങി നിൽക്കുന്നത് അത് വേണ്ട വിധത്തിൽ സഞ്ചരിക്കാറായി. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, ഞാൻ എന്താണ് അങ്ങേക്ക് ഇതിനു വേണ്ടി തരേണ്ടത് ചോദിക്കും. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് അതിൽ നിന്ന് കുറച്ച് ഉപ്പ് തന്നാൽ മതി എന്ന് പറയുകയാണ്. ഉപ്പ് മതി എനിക്ക് പറയാം. ആ ഉപ്പ് കൊടുത്തു. അത് മാത്രമല്ല അനേകം അതിലുള്ള പച്ചക്കറികൾ, സാധനങ്ങൾ, പലവ്യഞ്ജനങ്ങളൊക്കെ കൊടുക്കുകയും ചെയ്തു. ഇതുമായിട്ട് ഈ ബോട്ടുമായിട്ട് പോയിട്ടുള്ള ആഗ്രയിൽ പോയിട്ടുള്ള ആ കച്ചവടക്കാരന് ധാരാളം കച്ചവടം കിട്ടി, ധാരാളം പണം സമ്പാദിച്ചു. അദ്ദേഹം കോടിക്കണക്കിന് രൂപ ഉണ്ടായി ഈ കച്ചവടം കൊണ്ട് അദ്ദേഹത്തിന്. അപ്പോൾ അദ്ദേഹം ആലോചിക്കുകയാണ്, ഇതെല്ലാം ആ ചെറിയ കുട്ടി കാരണമാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ സനാതന ഗോസ്വാമിയോട് വന്ന് പറഞ്ഞു, ഞാനിവിടെ എന്താ അങ്ങയ്ക്ക് വേണ്ടി ചെയ്യേണ്ടതെന്ന് ചോദിക്കണു. അപ്പോൾ പറഞ്ഞു, ഇവിടെ ഒരു ക്ഷേത്രം ഉണ്ടാക്കിയാൽ മതി എന്ന് പറയാണ്. കാരണം മറ്റ് ആരും ഈ സന്യാസിമാരാദ്യങ്ങളിലെ ഗോസ്വാമിമാരായ അവരുടെ സ്വന്തം ആഗ്രഹത്തിന് വേണ്ടി ഒന്നും ചോദിക്കാറില്ല. അപ്പോൾ ഭഗവാന് വേണ്ടി മാത്രം പറയുക, അതാണ് അവർ ചെയ്യുക. ഒരു ക്ഷേത്രം ഉണ്ടാക്കിയാൽ മതി എന്ന് പറയാണ്. അങ്ങനെയാണ് അത്ര ഈ മദൻ മോഹന ക്ഷേത്രം അവിടെ ഉണ്ടായിരിക്കുന്നത്. അതായത് ആ രാജസ്ഥാനിലെ റെഡ് സ്റ്റോൺ, ചുവന്ന കല്ല്, മാർബിള്, അതുകൊണ്ടാണ് ഈ ക്ഷേത്രം ഉണ്ടാക്കിയിരിക്കുന്നത്. അതിമനോഹരമായുള്ള ക്ഷേത്രം മദൻ മോഹൻ ക്ഷേത്രം. പിന്നെ മദൻ മോഹനായത് ചൈതന്യ മഹാപ്രഭു അദ്വൈതാചാര്യൻ പൂജിച്ച് രാധാറാണിയോട് കൂടി അല്ലാതെ ഭഗവാനെ കാണാൻ പറ്റില്ല മഹാപ്രഭുവിന്. അപ്പോൾ ലോകത്തിനോട് മുഴുവൻ ഉപദേശിച്ചു, രാധാറാണിയോട് കൂടി അല്ലാതെ ഭഗവാനെ പൂജിച്ചാൽ പൂർണ്ണമാവില്ല എന്നുള്ളത്. അതാണ് മദൻ മോഹൻ എന്നുള്ള ആ ക്ഷേത്രം അവിടെ ഉണ്ടാവാൻ അതാണ് കാരണം. മുസ്ലിങ്ങളുടെ ആക്രമണം അനവധി നേരിട്ടിട്ടുള്ള ഒരു പ്രദേശമാണ്, പുണ്യഭൂമിയാണ് വൃന്ദാവനം. അടിച്ചു തകർത്തിട്ടുണ്ട് അവിടുത്തെ ക്ഷേത്രങ്ങൾ മുഴുവൻ. എന്നിട്ടും അത് വീണ്ടും അതിനെ നശിച്ചാൽ നശിക്കാത്ത സംസ്കാരമാണ് നമ്മളുടെ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് നശിച്ചു പോയിട്ടുണ്ട് എത്രയോ തവണ. അപ്പോൾ മുസ്ലിങ്ങൾ വരുന്നതിന് മുമ്പ് അവരെ അറിയിക്കും. ഈ ഔറംഗസേബൊക്കെയാണ് അതിൽ മെയിനായിട്ടുള്ളത്. ഔറംഗസേബ് ആളുകളെ അയച്ചു, നിങ്ങളുടെ ക്ഷേത്രം ഞങ്ങൾ തകർക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്, അവിടുത്തെ വിഗ്രഹങ്ങളെ വേണമെങ്കിൽ മാറ്റിക്കോളൂ എന്ന് പറയാണ്. അങ്ങനെയാണ് സനാതന ഗോസ്വാമിയുടെയൊക്കെ നിർദ്ദേശപ്രകാരം തന്നെയാണ് ഈ വിഗ്രഹം നേരെ 3 പ്രധാനപ്പെട്ട വിഗ്രഹങ്ങളെല്ലാം ആ ഗോവർദ്ധനത്തിൻ്റെ ഒരു ബൈപ്പാസ് ഉണ്ട്, ആ വഴിയാണ് ജയ്പൂരിലേക്ക് മാറ്റിയത്. ജയ്പൂരിലേക്ക് മുസ്ലിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. കാരണം ജയ്പൂരിൽ രജപുത്ര രാജാക്കന്മാരാണ്, അത്രയും സ്ട്രോങ് ആണ് അവർ, പിന്നെ നല്ല ഭക്തന്മാരുമാണ്. അങ്ങനെയാണ് ഈ മദൻ മോഹൻ വിഗ്രഹത്തിനെ രാധാ ഗോപിനാഥ്ജി 3 വിഗ്രഹങ്ങളും ജയ്പൂരിലെത്തിയത് എന്നാണ്. അപ്പോൾ അവിടുത്തെ ജയ്പൂരിലെ മാൻസിംഗ് എന്നുള്ള രാജാവ്, ആ രാജാവ് ഈ 3 വിഗ്രഹങ്ങളെയും 3 ക്ഷേത്രങ്ങൾ, ചെറിയ ക്ഷേത്രങ്ങളൊക്കെ ഉണ്ടാക്കി പ്രതിഷ്ഠിച്ചു. അപ്പോൾ അതിനെ സ്ഥിരമായിട്ട് പൂജിച്ചു വന്നിരുന്നു. അപ്പോൾ ഒന്ന് രാജാവ് പൂജിക്കും, ഒന്ന് രാജ്ഞി പൂജിക്കും അവിടുത്തെ, പിന്നെ ഒന്ന് മകള് പൂജിക്കുന്ന പറയുന്നത്. അപ്പോൾ ഈ മദൻ മോഹൻജിയെ വളരെയധികം പ്രത്യേകതയോടുകൂടി സേവിച്ചിരുന്നത് രാജാവിൻ്റെ മകളായിരുന്നു, രാജാ മാൻസിംഗിൻ്റെ മകളായിരുന്നു. അങ്ങനെ ആ കുട്ടിയുടെ വിവാഹം നിശ്ചയിച്ച സമയത്ത് കുട്ടിയോട് ചോദിച്ചു, നിനക്ക് എന്താണ് ഞാൻ തരേണ്ടതായിട്ടുള്ളത് ചോദിക്കുകയാണ്. എന്ത് വേണം നിനക്ക്, ഞാൻ തരാൻ തയ്യാറാണെന്ന് പറയുകയാണ്.
അപ്പോൾ ഈ പെൺകുട്ടി പറയാണ്, അച്ഛാ എനിക്ക് മദൻ മോഹനെ തരണം, ഭഗവാന്റെ വിഗ്രഹത്തിന് എനിക്ക് തരണം എന്ന് പറയുകയാണ്. അതെങ്ങനെയാണ്? വൃന്ദാവനത്തിൽ നിന്ന് കൊണ്ടുവന്ന വിഗ്രഹം ഞാൻ എങ്ങനെയാണ് എൻ്റെ മകൾക്ക് തരിക? എനിക്കെന്താ അവകാശം തരാനായിട്ട്? എൻ്റെ അച്ഛാ അത് തന്നില്ലെങ്കിൽ എനിക്ക് വിവാഹം വേണ്ട എന്നാ പെൺകുട്ടി പറയുകയാണ്. അപ്പോൾ ഈ പെൺകുട്ടിയോട് രാജാവ് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഞാൻ വിഗ്രഹങ്ങൾ ഒരു 7 വിഗ്രഹങ്ങൾ ഉണ്ടാക്കും. ആ 7 വിഗ്രഹങ്ങളിൽ എൻ്റെ മദൻ മോഹനെ നിനക്ക് തിരഞ്ഞെടുക്കാമെന്ന് പറയാണ്. ഈ പെൺകുട്ടിക്കാണെങ്കിൽ രാത്രി കിടന്നിട്ട് ഉറക്കം വരണില്ല, വല്ലാതെ ഭഗവാനോട് കരഞ്ഞ് കാല് പിടിച്ച് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഭഗവാൻ വെറൊരു കല്ലല്ല, ഭഗവാന് അനുഗ്രഹം കൊടുക്കാൻ കഴിവുള്ള ഈശ്വരനാണ് ഭഗവാൻ. പൂർണ്ണമായിട്ടും ഭഗവാനിൽ സാന്നിധ്യം ചെയ്യുന്നു എന്നുള്ളത് അത് തീരുമാനിക്കപ്പെട്ട കാര്യം തന്നെയാണ്. അത് ഭക്തന്മാർക്ക് മാത്രമേ ഇത് കാണാൻ സാധിക്കുള്ളൂ. പ്രേമാഞ്ജനച്ഛുരിത ഭക്തി വിലോചനേന സന്തസദൈവ ഹൃദയേഷു വിലോകയന്തി യം ശ്യാമസുന്ദരമചിന്യ ഗുണസ്വരൂപം ഗോവിന്ദമാദിപുരുഷം തമഹം ഭജാമി. ആ പെൺകുട്ടിയുടെ എന്തെന്നില്ലാത്ത പ്രേമവായ്പിൽ, സ്നേഹത്തിൽ ഭഗവാൻ അലിഞ്ഞുപോയി. ഭഗവാൻ പറയുന്നു, കാണാൻ സാധിക്കും, ഞാൻ കാണിച്ചു തരാം എന്ന് പറയുകയാണ്. അങ്ങനെ ഈ പെൺകുട്ടി ഒരു വലിയ സദസ്സ്, അതിൽ 7 വിഗ്രഹങ്ങളും കൊണ്ടുവന്ന് വെച്ചു. മദൻ മോഹനൻ്റെ 7 വിഗ്രഹങ്ങളും ഒരേപോലത്തെ കൊണ്ടുവന്ന് വെച്ചു. ആർക്കും തിരിച്ചറിയാൻ സാധിക്കില്ല. അപ്പോൾ ഈ പെൺകുട്ടിയുടെ കണ്ണ് കെട്ടി, ഒരു തുണി കൊണ്ട് കണ്ണ് മൂടിക്കെട്ടി, എന്നിട്ട് വന്നെൻ്റെ വിഗ്രഹത്തിനെ എടുത്തോളൂ എന്ന് പറയുകയാണ്. അപ്പോൾ ഈ പെൺകുട്ടിയോട് ഭഗവാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, ഈ വിഗ്രഹത്തിന് തൊഴുന്ന സമയത്ത് എൻ്റെ ആ കൈ പിടിക്കുമ്പോൾ ആ കൈ ഇങ്ങനെ ഞാൻ ഇളക്കി കാണിച്ചു തരും എന്നുള്ളത്, കൈ ഇളകും എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ പെൺകുട്ടി ഇങ്ങനെ വലിയ സദസ്സാണ്, ഈ വിഗ്രഹങ്ങൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കാപട്ടി ഒന്നും അവിടെ ചെയ്യാൻ നിവൃത്തിയില്ല, കണ്ണ് തുറക്കാൻ നിവൃത്തിയില്ല. അപ്പോൾ ഈ കുട്ടി ഇങ്ങനെ പോയിട്ട് ഓരോ വിഗ്രഹങ്ങൾ, കയ്യിൽ മാലയുണ്ട്, ആ ഓരോ വിഗ്രഹത്തിൻ്റെ അടുത്ത് പോയി എന്നിട്ട് ആ യഥാർത്ഥത്തിലുള്ള മദൻ മോഹൻ്റെ വിഗ്രഹത്തിൻ്റെ പോയിട്ട് പറഞ്ഞു, ഇതാണ് എൻ്റെ ഭഗവാൻ എന്ന് പറഞ്ഞ് അതിന് മാല അണിയിച്ചു പെൺകുട്ടി എന്നാണ്. അപ്പോൾ നിവൃത്തിയില്ല, കൊടുക്കാണ്ട് നിവൃത്തിയില്ല. രാജാവിന് കൊടുക്കാൻ തീരെ ഇഷ്ടമില്ല. എന്നാലും ആ പെൺകുട്ടിയുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ജയ്പൂരിൽ നിന്നും ഒരു 35-40 കിലോമീറ്റർ ദൂരമാണ്, കുറേ ദൂരമുണ്ട്, കരോളി എന്ന സ്ഥലത്ത് അവിടുത്തെ രാജാവാണ് ഈ പെൺകുട്ടി വിവാഹം കഴിച്ചിരിക്കുന്നത്. അവിടേക്ക് കൊണ്ടുപോയി ആ ക്ഷേത്രം സ്ഥാപിച്ചു. ഗംഭീരമാണ് ആ ക്ഷേത്രം, അതിഗംഭീരമായിട്ട് ആ ക്ഷേത്രം. ഞങ്ങൾ കുറേ തവണ 3-4 തവണ പോയിട്ടുണ്ട്. ജയ്പൂരിലെ മദൻ മോഹൻ ക്ഷേത്രത്തിൽ പോയിട്ടുണ്ട്, ഗുരുമഹാരാജിൻ്റെ കൂടെ പോയിട്ടുണ്ട്, 2 തവണ പോയിട്ടുണ്ട്. പിന്നെ ചിന്മയ ചൈതന്യ മഹാപ്രഭുവിൻ്റെ കൂടെ പോയിട്ടുണ്ട്. അവിടെ പോയിട്ട് ഞങ്ങൾ അവിടുത്തെ ദീപാരാധന തൊഴുതിട്ടുണ്ട്. അതിമനോഹരമാണ് ആ വിഗ്രഹം. അവിടുത്തെ വളരെ ഗംഭീരമായിട്ട് അവർ പൂജകൾ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ വൃന്ദാവനത്തിലുള്ള വിഗ്രഹം അത് വെറുതെ പറയണതാണോ? അങ്ങനെയല്ല. വൃന്ദാവന ഭൂമിക്ക് വളരെയധികം പ്രത്യേകത ഉണ്ട്. കാരണം ഭഗവാന്റെ പാദസ്പർശം വെച്ചിട്ടുള്ള മണ്ണാണ്. അതുകൊണ്ട് അവിടുന്ന് ആവാഹിച്ചെടുത്തിട്ടുള്ള, അതായത് ആ ഭഗവാന്റെ യഥാർത്ഥ വിഗ്രഹത്തിൽ നിന്നും ആവാഹിച്ചെടുത്തിട്ടുള്ള വിശേഷപ്പെട്ട വിഗ്രഹമാണ് ഇപ്പോൾ മദൻ മോഹന ക്ഷേത്രത്തിൽ കാണാൻ സാധിക്കുന്നത് എന്നാണ്. ഒരു വിളക്കിൽ നിന്നും മറ്റൊരു വിളക്ക് കൊളുത്തിയെടുക്കുന്ന സമയത്ത് ആ വിളക്കിൻ്റെ പ്രത്യേകത തന്നെ കൊളുത്തിയെടുക്കുന്ന വിളക്കിനും ഉണ്ടാവും. അതേപോലെ പ്രതിഭൂമൂർത്തി എന്നാണ് പറയുന്നത്. അങ്ങനെയാണ് ഇന്ന് മദൻ മോഹൻ വൃന്ദാവനത്തിൽ മദൻ മോഹന ക്ഷേത്രത്തിൽ ദ്വാദശാദിത്യ ടില എന്നുള്ള അവിടെ ഏറ്റവും വിശേഷപ്പെട്ട, എവിടെ നിന്ന് നോക്കിയാലും കാണാം ആ ക്ഷേത്രം അങ്ങനെ ശോഭിച്ചുകൊണ്ടിരുന്നു. ക്ഷേത്രം ഒരുപാട് തകർത്തു അവർ, എന്നിട്ട് തകർത്തിട്ടും തകരാത്ത വിധത്തിൽ ഇന്ന് റെഡ് സ്റ്റോണായിട്ട് ആ ചുവന്ന മാർബിളിലാണ് ആ ക്ഷേത്രം ഇന്നും കാണാൻ സാധിക്കുന്നത്. സനാതന ഗോസ്വാമിയാണ് അവിടെ ആ വിഗ്രഹം സ്ഥാപിച്ചത്. സനാതന ഗോസ്വാമി ഈ വിഗ്രഹം സ്ഥാപിച്ച് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന് ഒരുപാട് പ്രായമായി. അങ്ങനെ വല്ലാതെ പ്രായമായ സമയത്ത് അദ്ദേഹം തൻ്റെ ശിഷ്യന്മാരായിട്ടുള്ള ബ്രാഹ്മണർക്ക് ഈ ക്ഷേത്രത്തിലെ പൂജകൾക്കും അതിനുള്ള അധികാരം എല്ലാം കൊടുത്തതിന് ശേഷം സനാതന ഗോസ്വാമി നേരെ ഗോവർദ്ധനത്തിൽ പോയി. ഗോവർദ്ധനത്തിൽ എന്നും പ്രദക്ഷിണം വയ്ക്കും, എല്ലാ ദിവസവും പ്രദക്ഷിണം വയ്ക്കും. അവിടെ ചക്ലേശ്വർ മഹാദേവ് എന്നുള്ള ക്ഷേത്രം, മാനസികങ്കയിലടുത്ത് ചക്ലേശ്വർ മഹാദേവ് എന്നുള്ള ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിൻ്റെ അടുത്താണ് ഒരു കുടീർ, അവിടെയാണ് താമസിച്ചിരുന്നത്. കുടിയാന്നാണ് പറയുക. അപ്പോൾ അവിടെ സനാതന ഗോസ്വാമി വാസ്തവത്തിൽ ഈ വൃന്ദാവനവാസികളുടെ ഏറ്റവും പ്രിയപ്പെട്ട ആളായിരുന്നു
എന്നാണ്. ഏറ്റവും പ്രിയപ്പെട്ട ആളായിരുന്നു. അവരുടെ ഒരു അച്ഛനെ പോലെ, സഹോദരനെ പോലെ, അമ്മാവനെ പോലെ. കാരണം എല്ലാ ഗൃഹത്തിലും സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. അത്രയധികം അവിടുത്തെ വ്രജവാസികളുടെ സ്നേഹം പിടിച്ച് പറ്റിയിട്ടുള്ള മറ്റൊരു ആചാര്യനെ, ഒരു ഗോസ്വാമിയെ നമുക്ക് കാണാൻ സാധിക്കില്ല. കാരണം അതാണ്. അപ്പോൾ എല്ലാ ദിവസവും എന്തായിരുന്നു ആ സനാതന ഗോസ്വാമിയുടെ പ്രത്യേകത എന്തായിരുന്നു ഉണ്ടെങ്കിൽ അദ്ദേഹം അനേകം ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്. അദ്ദേഹം വിശേഷപ്പെട്ട ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ആശ്രമങ്ങൾ ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തിന്. ഇപ്പോൾ മദൻ മോഹൻ ക്ഷേത്രത്തിൻ്റെ അടുത്തായിട്ട് അതിൻ്റെ പിന്നിലായിട്ട് ഭജന കുടീറുണ്ട് അദ്ദേഹത്തിന്. ഇപ്പോഴും നമുക്ക് പോയാൽ കാണാൻ സാധിക്കും. സനാതന ഗോസ്വാമിയുടെ ഭജന കുടീർ അവിടെ കാണാൻ സാധിക്കും. ഭജിച്ചിരുന്ന സ്ഥലമാണ് അവിടെ. പിന്നെ ചക്ലേശ്വർ മഹാദേവൻ്റെ മാനസികഗംഗയുടെ അടുത്തായിട്ടാണ് സനാതന ഗോസ്വാമിയുടെ സമാധി നമുക്ക് കാണാൻ സാധിക്കുക. വളരെ അത്ഭുതമാണ് വൃന്ദാവനത്തിലെ ഈ കാര്യങ്ങൾ മുഴുവൻ എന്നാണ്. അപ്പോൾ അതിൻ്റെ മഹാദേവൻ അവിടെ വരാൻ എന്താണ് കാരണം അതും പറയുന്നുണ്ട്. അതായത് സനാതന ഗോസ്വാമി അവിടെ വരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ആ കുടിയിൽ ഭയങ്കരമായിട്ട് കൊതുക് വന്ന് ഭയങ്കരമായിട്ട് ശല്യപ്പെടുത്തുകയാണ്. അങ്ങനെ ശല്യപ്പെടുത്തുന്ന സമയത്ത് അദ്ദേഹം സനാതന ഗോസ്വാമി ഇപ്പോൾ കൊതുകിനെയോ അതിനൊന്നും അറിയണില്ല. കാരണം അദ്ദേഹം ശരീരത്തിൽ ഇരിക്കണമെന്നുണ്ടെങ്കിൽ ശരീരമായിട്ട് യാതൊരു ബന്ധവുമില്ല. അപ്പോൾ അവിടെ ഒരു ജടയൊക്കെ പിടിച്ചിട്ട് ഒരാൾ വന്നു. ആൾ വന്നിട്ട് പറഞ്ഞു, ഇനി മുതൽ കൊതുക് ഈ ഭാഗത്തേക്ക് വരരുതെന്ന് പറയാണ്. അതിന് ശേഷം ഈ ഭാഗത്തേക്ക് കൊതുക് വരുന്നില്ല. കാരണം മഹാദേവൻ തന്നെയാണ് ഇവിടെ. മഹാദേവൻ ഇവിടെ സാന്നിധ്യം ചെയ്യാണ്. മഹാദേവൻ ഇവിടെ ഇനി കൊതുക് വരരുത് എന്ന് പറയുന്നത്. ആ കൊതുക് ആ ഭാഗത്തേക്ക് വന്നില്ല. സനാതന ഗോസ്വാമിയുടെ കാലം കഴിയുന്നത് വരെ അവിടെ കൊതുക് പ്രവേശിച്ചില്ല എന്നാണ് പറയണത്. അപ്പോൾ അത്രയും ഭക്തവാത്സല്യം മഹാദേവനുണ്ട്, ശ്രീകൃഷ്ണ ഭഗവാനുണ്ട് എന്നാണ്. അപ്പോൾ എന്നും ആ ഗോവർദ്ധനം പ്രദക്ഷിണം വയ്ക്കും. 1008 നമസ്കാരങ്ങൾ ഗോവർദ്ധനത്തിന്. ആലോചിച്ച് നോക്കും, അവർ എത്ര മഹാത്മാക്കളാണ് അവർ. സനാതന ഗോസ്വാമിയൊക്കെ നമസ്കാരം, വൈഷ്ണവന്മാരെ മുഴുവൻ ആദരിക്കാം, പിന്നെ ഗ്രന്ഥങ്ങൾ എഴുതാം. അപ്പോൾ എല്ലാ ദിവസവും ഗോവർദ്ധനം 24 കിലോമീറ്റർ ഉണ്ട് ഗോവർദ്ധനം എന്ന് പ്രദക്ഷിണം വയ്ക്കുക. ഒരു ദിവസം ഭഗവാൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് പറയുന്നു, ബാബാജി അങ്ങയ്ക്ക് ഒരുപാട് പ്രായമായല്ലോ, ഇനി പ്രദക്ഷിണം സന്തോഷിച്ചു ഞാൻ എന്ന് പറയുകയാണ്. എൻ്റെ നിയമമാണത്, ഞാനെങ്ങനെ ഉപേക്ഷിക്കുന്നത്, ഒരിക്കലും ഞാൻ ഉപേക്ഷിക്കില്ല നിയമം എന്ന് പറയുകയാണ്. അപ്പോൾ പിറ്റേ ദിവസം ഭഗവാൻ ഒരു ഗോവർദ്ധന ശിലയുമായിട്ട് മുമ്പിൽ വന്നു. എന്നിട്ട് ഭഗവാൻ ആ ശിലയുടെ മുകളിൽ കയറി നിന്നിട്ട് വേണുഗാനം ചെയ്തു. വേണുഗാനം ചെയ്യുന്ന സമയത്ത് ആ വേണുഗാനം കേട്ട് ശില അലിഞ്ഞു. ആ ശില ചരണശില എന്നതിന് പറയും. അപ്പോൾ ഭഗവാന്റെ പാദം, വേണുഗാനം കേട്ടാൽ പശുക്കൾ ഓടി വരുമല്ലോ, ആ പശുക്കുട്ടി വന്ന് നിന്നിട്ട് മുഖം ചേർത്ത് വെക്കുക പാദത്തിനോട്. പിന്നെ ഭഗവാന്റെ ലക്കുടി എന്ന് പറയും, ആ പശുവിനെ മേക്കാൻ ആ ഒരു വടി, അത് പിന്നെ വേണു, ഇത് മുഴുവൻ ഈ ശിലയിൽ പതിഞ്ഞു എന്നാണ് പറയുന്നത്. ഈ ചരണശില ഇന്നും രാധാദാമോദര ക്ഷേത്രത്തിൽ നമ്മൾക്ക് കാണാൻ സാധിക്കും. പോയി കഴിഞ്ഞാൽ ശീല പ്രഭുപാദർ രാധാദാമോദര ക്ഷേത്രത്തിലാണ് 15 വർഷം തീവ്രമായ തപസ് ചെയ്തത്. അതിൻ്റെ ഫലമായിട്ടാണ് ലോകോത്തരമായിട്ടുള്ള വിശേഷപ്പെട്ട ശ്രീമദ് ഭാഗവതം എന്നുള്ള ഗ്രന്ഥം 15 വാള്യങ്ങളായിട്ട് എഴുതാൻ സാധിച്ചത്, ഭഗവത്ഗീത എഴുതാൻ സാധിച്ചത്, ലോകം മുഴുവൻ ഹരേ കൃഷ്ണ മഹാമന്ത്രം പ്രചരിപ്പിക്കാൻ സാധിച്ചത് ഈ ദാമോദര ക്ഷേത്രത്തിലെ ഉപാസനയുടെ ഫലമായിട്ടാണ്. അപ്പോൾ സനാതന ഗോസ്വാമിയുടെ ആ അനുഗ്രഹത്തിനായിട്ട് നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഈ ശ്രീ ചൈതന്യം എന്നുള്ള നമ്മളുടെ ഈ ചാനലിനെ എല്ലാവരും അവരെ സ്വന്തമായി കണ്ടുകൊണ്ട്, നമുക്കറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ഇതിലുണ്ട്, കേരളത്തിലുള്ളവർക്ക് അറിയാത്ത അനേകം കാര്യങ്ങൾ ഇതിലുണ്ട്. അതുകൊണ്ട് അത് എല്ലാവരും കേട്ട് അതിനെ വേണ്ട വിധത്തിൽ അതിനെ അംഗീകരിച്ച് വേണ്ട സഹകരണങ്ങൾ ചെയ്യുക, അനുമോദനം ചെയ്യുക, അതും കൂടി ഞങ്ങൾക്ക് അപേക്ഷയുണ്ട്. ഹരേ കൃഷ്ണ.